ഹലോ ഓൾ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റായ ആസ്പയർ ആൻഡ് എക്സ്പ്ലോറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ 3 ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള സീ ഫീവറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓവറോൾ ഈ 3 ചാപ്റ്ററിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷനാണ്, അതായത് ഓരോ പുതിയ അഡ്വഞ്ചേഴ്സിനോടുള്ള താല്പര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ സീ ഫീവർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് നമ്മുടെ റൈറ്ററിനെ ഒന്ന് പരിചയപ്പെടാം. സീ ഫീവർ എന്ന പോയം എഴുതിയത് ജോൺ മേസ്ഫീൽഡാണ്. ജോൺ മേസ്ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റും ഒരു ഇംഗ്ലീഷ് റൈറ്ററുമാണ്. ആഫ്റ്റർ ഓൾ അദ്ദേഹം ഒരു പോയറ്റ് ലോറേറ്റാണ്. ബ്രിട്ടനിലെ ഒരു പോയറ്റ് ലോറേറ്റാണ്. അതൊരു പൊസിഷനാണ്, ഒരു അവാർഡാണ്. അതുപോലെ തന്നെ മെറിറ്റ് ഓഫ് ഓണർ എന്ന് പറയുന്ന ഓർഡർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്ന ഒരു അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ജോൺ മേസ്ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അദ്ദേഹമാണ് പോയറ്റ് എന്നുള്ളതാണ്. കാരണം അപ്രിസിയേഷൻ എഴുതുമ്പോൾ നമ്മളുടെ ഒരു മാർക്കാണ് പോയറ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്രിസിയേഷൻ എങ്ങനെ എഴുതാമെന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ എങ്ങനെ മാർക്ക് എളുപ്പം സെക്യൂർ ചെയ്യാമെന്നുള്ള വീഡിയോസൊക്കെ ഫർദറായിട്ട് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫർദറായിട്ടുള്ള അപ്രിസിയേഷൻ പോലുള്ള നോട്ടുകൾക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സീ ഫീവർ എന്ന വാക്കിലേക്ക് നമുക്കൊന്ന് പോയാലോ. സീ ഫീവർ എന്നാൽ എന്താണ്? കടലിനോടുള്ള, ഫീവർ എന്ന് ഉദ്ദേശിക്കുന്നതാണ് കടലിനോടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ആഗ്രഹം, കടലിലേക്ക് പോകാനുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ആഗ്രഹത്തെയാണ് സീ ഫീവർ എന്നുകൊണ്ട് നമ്മുടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ 4 വരിയിലേക്ക് നോക്കാം. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. അപ്പം നമ്മുടെ പോയറ്റ്, അപ്പോൾ ഐ അല്ലേ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഐ എന്ന് വെച്ചതാണ് ഞാനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പോയറ്റ് പറയുകയാണ് ഞാൻ. അപ്പം നമ്മുടെ പോയറ്റ് ആയിരിക്കും ഇവിടുത്തെ പേഴ്സൺ. ഓക്കെ, അപ്പം ഞാൻ പറയുകയാണ്, അതായത് ഞാൻ എന്താഗ്രഹിക്കുന്നു, കടലിലേക്ക് പോകാൻ. അപ്പം നമ്മുടെ പോയറ്റ് ഒരു സെയിലറാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ പോയറ്റ് ഒരു സെയിലറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പോയറ്റ് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇനിയും കടലിലേക്ക് പോകണം. ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. അതായത് എന്താണ്, ഒരു അനന്തമായി കിടക്കുന്ന ആകാശത്തിൻ്റെ താഴെ അനന്തമായി കിടക്കുന്ന കടലിലേക്ക് എനിക്ക് ഇനിയും പോകണം. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ ടോൾ ഷിപ്പ്. അതിന് എനിക്ക് എന്താണ് വേണ്ടുന്നത്? ഒരു ടോൾ ഷിപ്പാണ് വേണ്ടത്. ഒരു നീളമുള്ള ഒരു കപ്പൽ എനിക്ക് വേണം. ആൻഡ് എ സ്റ്റാർ ടു ഷിയർ ഹർ ബൈ. ആൻഡ് എ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു നക്ഷത്രവും എനിക്ക് കൂടെ വേണം. അതായത് ഇവിടെ നക്ഷത്രം കൂടെ വേണം എന്ന് പറയുന്നത്. ഷിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗൈഡ് ചെയ്യാനാണ്. ഹെർ എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ കപ്പൽ വേണമെന്ന് പറഞ്ഞല്ലോ, ആ കപ്പലിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നക്ഷത്രവും എനിക്ക് എൻ്റെ കൂടെ വേണം. അപ്പോൾ എനിക്കൊരു കപ്പലും ഒരു നക്ഷത്രവുമാണ്. എന്തിന് നക്ഷത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നക്ഷത്രമായിരുന്നു പണ്ട് കാലത്ത് ഇവരെ ഗൈഡ് ചെയ്യുന്നത്. ഈ യാത്രക്കാർ, കടലിലൂടെയുള്ള യാത്രക്കാരെ നക്ഷത്രമായിരുന്നു ഗൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ വീൽസ് കിക്ക്. ഇനിയുള്ള 2 വരിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ പോയ ഒരു അഡ്വഞ്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ പോയിട്ട് ആഗ്രഹിക്കുകയാണ് അഡ്വഞ്ചേഴ്സ്. എനിക്ക് എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു ഫീൽ ദ വീൽസ് കിക്ക്. അതായത് എനിക്ക് ഇനിയും ഒന്നും കൂടെ കടലിൽ പോയിട്ട് നമ്മുടെ കപ്പലിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പോലെ വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന പോലെ കപ്പലിനൊരു വീലാണ് നമ്മൾ തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീൽസിൻ്റെ കിക്ക് എനിക്ക് ഇനിയും തിരിക്കണം. അതുപോലെ തന്നെ കാറ്റ്, ശക്തമായിട്ട് അടിക്കുന്ന കാറ്റാണ്, നമ്മുടെ കപ്പലിൻ്റെ മൂവ്മെൻറ്റിന് പോലും വേണ്ടുന്നത് കാറ്റാണ്. അപ്പോൾ ആ കടലിലെ കാറ്റ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ വിൻഡിൻ്റെ സോങ്, അതായത് ആ കാറ്റടിക്കുന്നത് എനിക്ക് കേൾക്കണം. അത് വൈറ്റ് സെയിൽ സ്നീക്കിങ്, അതായത് വൈറ്റ് സെയിൽ ഷേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പായ്ക്കപ്പലിൻ്റെയൊക്കെ മാസ്ക് പോലെയുള്ള ആ ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം ആ ഷേക്കിംഗ് ആയിട്ടുള്ള ആ വൈറ്റ് മാസ്ക് അല്ലെങ്കിൽ ആ വൈറ്റ് സെയിൽ ഷേക്ക് ചെയ്യണം. കാറ്റടിച്ച് ഷേക്ക് ചെയ്യുന്നത് പോലും എനിക്ക് ഫീൽ ചെയ്യണം. ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീ ഫേസ്. അതായത് കടലിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ല, പക്ഷേ കടലിൽ സായാഹ്നങ്ങൾ, സന്ധ്യാസമയം, പകൽ സമയമൊക്കെ ആകും, വെളുപ്പിന് ആകുമ്പം എന്താണ്, മഞ്ഞ് കൊണ്ട് മൂടും. അപ്പോൾ ആ ഗ്രേ മിസ്റ്റ് എനിക്ക് കാണണം. കടലിൻ്റെ മുഖത്ത് വരുന്ന ആ ഒരു മഞ്ഞ് മൂടിയത് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം ഓൾറെഡി ഇതെല്ലാം കണ്ട ഒരാളാണ് നമ്മുടെ ഈ പോയറ്റ്. അപ്പോൾ ഒന്നും കൂടി പോകണമെന്നാണ് പറയുന്നത്. ആൻഡ് ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. അതായത് ഡോൺ എന്താ മക്കളെ? പ്രഭാതം. അതായത് നല്ല ചുമന്ന്, നമുക്കറിയാം കടലിൽ നിന്നാണല്ലോ പ്രഭാതം വരുന്നത്. അപ്പോൾ ആ ഒരു പുലരി അദ്ദേഹത്തിന് കാണണം. ആ ഒരു തുടക്കം, ഒരു പുതിയ മോർണിംഗ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. കടലിൽ നിന്നുകൊണ്ട് തന്നെ ഫീൽ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കടലിൻ്റെ ഒന്നും കൂടെ പിടിക്കണമെന്നും, അതുപോലെ തന്നെ സോങ് ഫീൽ ചെയ്യണമെന്നും, അതുപോലെ തന്നെ ഷേക്കിംഗ് ആയിട്ടുള്ള ആ പായ്ക്കപ്പലിൻ്റെ മാസ്ക് കാണണമെന്നും, അതുപോലെ തന്നെ മൂടൽമഞ്ഞിനെയും അതുപോലെ തന്നെ പുലരിയും കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു.
ചാൻസിലേക്ക് പോകാം. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീ സെക്കൻഡ്. വീണ്ടും നമ്മുടെ പോയിട്ട് പറയുകയാണ്, ഞാൻ എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, കടലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്. എന്നെ ആരാണ് വിളിക്കുന്നത്? റണ്ണിങ് ടൈഡ്, അതായത് തിരമാലകൾ എന്നെ ശക്തമായി വിളിക്കുകയാണ്. ആൻഡ് ദ കോൾ, ആ കോൾ എങ്ങനെയാണ്? ഈസ് എ വൈഡ് കോൾ, അതായത് വളരെ വന്യമായ വിളിയാണ്, വളരെ ശക്തമാണത്. ആൻഡ് എ ക്ലിയർ കോൾ, എനിക്കത് വളരെ വ്യക്തമായിട്ടും കേൾക്കാം, ശക്തമായിട്ടും കേൾക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. ഡിനൈഡ് എന്ന് വെച്ചാൽ എന്താണ്? അതെനിക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ വിളി എനിക്ക് നോ പറയാൻ ഒക്കുന്നില്ല. എന്നെ വളരെ ശക്തമായിട്ട് തന്നെ കടൽ വിളിക്കുന്നുണ്ട്, തിരകൾ വിളിക്കുന്നുണ്ട്. ആൻഡ് ഓൾ ഐ ആസ്ക്, അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എന്താണ് ചോദിക്കുന്നത്? ഇസ് എ വിൻഡി ഡേ. വിൻഡി ഡേ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? കാറ്റുള്ള ദിവസം. കാറ്റ് ഞാൻ പറഞ്ഞു ആവശ്യമാണ്. കാറ്റ് കടൽ യാത്രക്കാർക്ക് ആവശ്യമാണ്. എന്നാൽ അധികമായിട്ട് ഇപ്പം ചുഴലിക്കാറ്റ് പോലുള്ള കാറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ കാറ്റ് ആവശ്യമാണ് കപ്പൽ മൂവ് ചെയ്യാൻ. അപ്പോൾ എനിക്കൊരു വിൻഡി ഡേ ആണ് വേണ്ടുന്നത്, വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്, അതായത് വെള്ളമേഘങ്ങൾ മൂവ് ചെയ്തു പോകുന്ന ഒരു ആകാശം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? കാറ്റിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്, ക്ലൗഡ്സും ഫ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പം വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈ ചെയ്തുകൊണ്ടുള്ള വളരെ വിൻഡി ആയിട്ടുള്ള, വളരെ കാറ്റുള്ള, വളരെ നല്ല ഒരു ദിവസം. അപ്പം ട്രാവലേഴ്സ്, കടലിൽ പോകുന്നവർ ആഗ്രഹിക്കുന്ന ക്ലൈമറ്റ് ഒരു വിൻഡി ഡേ ആണ്. അപ്പോൾ അതാണ് നമ്മൾ പോയിട്ട് ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലൗൺ സ്പ്യൂം, അതുപോലെ തന്നെ അദ്ദേഹം ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കാണാനും കണ്ട് രസിക്കാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഫ്ലങ് സ്പ്രേ. അതായത് ഉദ്ദേശിക്കുന്നത് വെള്ളം തിരകളായിട്ട് അടിച്ചു വരുമ്പം നമ്മുടെ ദേഹത്തേക്ക് ഇറ്റ് വീണില്ലേ, സ്പ്രേ പോലെ വീഴില്ലേ. അപ്പം ആ ഫ്ലങ് സ്പ്രേയും അതുപോലെ തന്നെ ബ്ലോൺ സ്പ്യൂം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കടലിൽ നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിയുമ്പോൾ തിരകൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ പത വരുത്തില്ലേ, സ്പ്യൂമ്, അതാണ് ബ്ലോൺ സ്പ്യൂം എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ സീഗൾസ് ക്രൈങ്, അതുപോലെ തന്നെ അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് സീഗൾസ്, കടൽ കാക്കകളുടെ കരച്ചിലും. അപ്പം നമ്മുടെ പോയിട്ട് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പതകളും അതുപോലെ തന്നെ വെള്ളമിറ്റു വീഴുന്നതും സീഗൾസിൻ്റെ കരച്ചിലും എല്ലാം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പോയിട്ട് ഈ സ്റ്റാൻസിലും പറയുന്നത് താൻ കാണാനും അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് സെൻസിലേക്ക് പോകുമ്പോൾ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. എനിക്ക് എന്തായാലും കടലിലേക്ക് പോകണം. ടു ദ വാഗ്രൻറ്റ് ജിപ്സി ലൈഫ്. ജിപ്സി ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിട്ട് എങ്ങും സെറ്റിൽ ചെയ്യാതെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്നവരെയാണ് നമ്മൾ ജിപ്സി എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു വേഗ്രൻ്റ് ആയിട്ടുള്ള ജിപ്സി ലൈഫാണ്. അതായത് ഉദ്ദേശിക്കുന്നത് എങ്കും, അതായത് ഒരു കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്ന ഒരു ലൈഫാണ്. നമ്മുടെ കടലിൽ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്യണം, ഒരു പെർമനൻറ്റ് പ്ലേസിലേക്കല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ടു ദ ഗൾഫ് വേ, ഏതൊക്കെ വഴിയിൽ കൂടെയാണ്? സീകളിൻ്റെ വഴിയിൽ കൂടെ. ഗൾ നമ്മൾ പറഞ്ഞാണ് സീകളിലാണ്. ആൻഡ് വെയിൽസ് വേ, കടൽ നമ്മളേതല്ലല്ലോ, മത്സ്യങ്ങളുടെ ലോകമാണല്ലോ. ബ്ലൂ വെയിലിൻ്റെ വഴിയിലൂടെ പോകണം. വേർ ദ വിൻഡ് ലൈക്ക് എ വെറ്റഡ് നൈഫ്, അവിടെ കടലിലെ കാറ്റെന്ന് വെച്ചാൽ വളരെ ശക്തമാണ്, ഒരു വെറ്റഡ് നൈഫ് പോലെയാണ്. അതായത് വെറ്റഡ് നൈഫ്, കത്തി, അതായത് മൂർച്ചയേറിയ ഒരു കത്തി പോലെയാണ് അവിടെ കാറ്റടിക്കുന്നത്. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള കാറ്റാണ് അവിടെ അടിക്കുന്നത്. അതെല്ലാം എനിക്ക് എന്ത് ചെയ്യണം? ഫീൽ ചെയ്യണം. എനിക്ക് ആ വഴിയിലൂടെ എല്ലാം പോകണം. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൺ. യാൺ എന്താണെന്ന് അറിയാം മക്കളെ? സ്റ്റോറിയാണേ. മെറി യാൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറി എന്താണ്? ഹാപ്പി, മെറി ക്രിസ്മസ്, ഹാപ്പി. ഓക്കെ, ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൺ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഫ്രം എ ലാഫിങ് ഫെലോ റോവർ, ഒരു ഫെലോ റോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള സഹയാത്രികനെയാണ് ഉദ്ദേശിക്കുന്നത്, കൂടെയുള്ള ട്രാവലർ. അദ്ദേഹത്തിൽ നിന്നും വളരെ നല്ല ചിയർഫുള്ളായിട്ടുള്ളൊരു എൻജോയബിൾ പേഴ്സണാണ് നമ്മുടെ കൂടെ വേണ്ടുന്നതെന്നാണ് നമ്മുടെ പോയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ലാഫിങ് ഫെലോ റോവറിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് മെറിയാൻ, നല്ല സന്തോഷകരമായിട്ട് കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് അടിച്ച് പൊളിച്ച് പോകുന്ന ഒരു ട്രാവലാണ് നമ്മുടെ പോയിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് ചോദിക്കുന്നതും. ഒരു നല്ല കഥയൊക്കെ പറയാൻ പറ്റിയ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫെലോ റോവർ. ആൻഡ് ക്വൈറ്റ് സ്ലീപ്പ് ആൻഡ് സ്വീറ്റ് ഡ്രീം ആൻഡ് ലോങ് ട്രിക്ക് ഓവർ. ലോങ് ട്രിക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ യാത്രയാണ്. ആ കംപ്ലീറ്റ് വോയേജ്, യാത്ര കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് എന്ത് വേണം? ഒരു ഹാപ്പിനെസ്, ഈ ക്വൈറ്റ് സ്ലീപ്പ്. നമുക്ക് സമാധാനം ഉള്ളപ്പോഴാണ് നമുക്ക് നല്ലോണം ഉറങ്ങാൻ നോക്കുന്നത്. ക്വൈറ്റ് സ്ലീപ്പ് ആൻഡ് സ്വീറ്റ് ഡ്രീം, നല്ല സ്വപ്നങ്ങളും നല്ലൊരു ഉറക്കവും എനിക്ക് ഈ യാത്ര കഴിയുമ്പോൾ അവസാനം കിട്ടണം എന്ന് നമ്മുടെ പോയിട്ട് എന്ത് ചെയ്യുകയാണ്? ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു നല്ല ഹാപ്പി ട്രാവൽ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പോയിട്ട് അത് തീർക്കുകയാണ്. അപ്പം പോയിട്ട് ഇനിയും ആഗ്രഹിക്കുന്ന, ഇനിയും കടലിൽ പോയിട്ട് എനിക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടണമെന്നും എനിക്കതെല്ലാം ഫീൽ ചെയ്യണമെന്നുമുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ കടലിലേക്ക് പോയി അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്, ആഗ്രഹിക്കാത്തവരുമുണ്ട്. ഓക്കെ, അപ്പം ഇദ്ദേഹം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് ഇത്രയുമാണ് ലൈൻ ബൈ ലൈനായിട്ട് ആ പോയതിൻ്റെ മീനിങ്. പക്ഷേ ഇതിനകത്ത് ഇനി നമുക്ക് പോയിറ്റിക് ഡിവൈസസ് ഉണ്ട്, അപ്രിസിയേഷനും ഉണ്ട്. ഓക്കെ, ആക്ടിവിറ്റീസും എല്ലാം ഫർദറായിട്ടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേർഡ് മീനിങ്സ് അറിയത്തില്ലെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.